തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും. കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നത്. IT പാർക്ക് കൊല്ലം. സർ, കൊല്ലം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിലൊരു IT പാർക്ക് സ്ഥാപിക്കും. കിഫ്ബിയും കിറ്റ്ഫ്രയും കൊല്ലം കോർപ്പറേഷനും തമ്മിൽ ഏർപ്പെടുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും IT പാർക്ക് പദ്ധതിക്ക് രൂപം നൽകുന്നത്. 2025-26 ആദ്യഘട്ട പാർക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന കാര്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് വരുമാനമുണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ആത്മവിശ്വാസം നൽകുന്ന പൈലറ്റ് പദ്ധതിയാണ്. കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കും. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൗകര്യമുള്ള 97,370 ചതുരശ്ര അടി ബിൽട്ടപ്പ് ഏരിയയോട് കൂടിയതാണ് നിർദ്ദിഷ്ട IT പാർക്ക്. സർ, ഈ മാതൃകകളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 വർഷങ്ങളിൽ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100 പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ പരിപാടി തയ്യാറാക്കുന്നതാണ്. സർ, മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ഫണ്ട് സമാഹരിക്കാനും റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ നിക്ഷേപം നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ കഴിയും. ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സീഡ് മണിയായി 100 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം പശ്ചാത്തല സൗകര്യങ്ങൾ. ഹോട്ടൽ ശൃംഖലകളും മൈസ് ടൂറിസവും. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യയുടെ കടന്നുവരവോടെ ആളുകളുടെ തൊഴിൽ സമയത്തിൽ കുറവുണ്ടാകുന്നുവെന്ന് പഠനം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആളുകൾക്ക് സമയം ലഭിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് ഉണർവാകും. വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകം നിലവാരമുള്ള ഹോട്ടൽ മുറികളുടെ ലഭ്യതയാണ്. സർ, ഇടത്തരക്കാരും വൻകിടക്കാരുമായ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള ഹോട്ടൽ മുറികളുടെ അപര്യാപ്തത സംസ്ഥാനത്തുണ്ട്. ഹോട്ടൽ ക്ലസ്റ്ററുകൾ സംസ്ഥാനത്ത് കൂടുതൽ സജ്ജമാക്കേണ്ടതുണ്ട്. സർ, മൈസ് ടൂറിസത്തിൻ്റെ ഭാഗമായി മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്, വൻകിട കൺവെൻഷൻ സെൻ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻ്ററുകളും വികസിപ്പിക്കും. സർ, ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും. ഈ പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിന് 20 കോടി ഈ വർഷം വകയിരുത്തുന്നു. സാംസ്കാരിക രംഗത്ത് കേരളത്തിൻ്റെ യശസ് വളരെയേറെ ഉയർത്തിയ കൊച്ചിസ് മുസിരിസ് ബിനാലയുടെ 2025-26 എഡിഷനായി 7 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെ ഹോംസ്. സർ, കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് കെ ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിൻ്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു.